ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും ക്യാപിറ്റൽ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് തന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റും തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും കണ്ടെത്തുന്ന രീതിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചു നോക്കുക. From the following receipt and payment account and additional information relating to excellent cricket club, prepare income and expenditure account for the year ended 31st March 2015 and balance sheet as on that date. Okay, റെസിപ്റ്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റും തന്നിട്ടുണ്ട്. ഒരു റെസിപ്റ്റ് നോക്കാം. ബാലൻസ് ബ്രോഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഇതിൽ നമ്മൾ ഓരോ ഐറ്റംസ് വായിക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പൊ എന്താ ചെയ്തത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പോ ഇതിൽ കുറെ ഐറ്റംസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടെത്തേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ അഡ്മിഷൻ ഫീ ഉണ്ട്, സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയൽ, ഹയർ ഓഫ് ഗ്രൗണ്ട് വാടക കൊടുത്തിട്ട് റെസിപ്റ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നീട് അടുത്തൊരു ഐറ്റം വരുന്നത് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഡൊണേഷൻസ്. അതുപോലെ തന്നെ ബാലൻസ് ബ്രോഡോണില് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ എമൗണ്ട് ലയബിലിറ്റി ആണല്ലോ അല്ലെ. ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പവലിയനുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. ടൂർണമെന്റ് എക്സ്പെൻസസ്, റെന്റ്, റൈറ്റ്സ് ഇൻഷുറൻസ്, ടെലിഫോൺ, പോസ്റ്റേജ്, കൊറിയർ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മിസ്ലേനിയസ്, സെക്രട്ടറിയുടെ ഹോണറേറിയം, ഗ്രാസ് സീഡ്, ഇൻവെസ്റ്റ്മെന്റ്, പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ്, അതായത് ബിഗിനിങ്ങിലുള്ള അസറ്റ്സുകളാണ്. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, സ്പോർട്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാനുള്ളത് പറയുന്നുണ്ട്, റിസീവബിൾ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ, അതായത് ഔട്ട്സ്റ്റാൻഡിങ്. ഡൊണേഷൻ ആൻഡ് സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെന്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ റിസർവ്. ഡൊണേഷനും അതുപോലെ തന്നെ ടൂർണമെന്റിന്റെ സർപ്ലസ് എമൗണ്ടും എന്ത് ചെയ്യണം? പവലിയന് വേണ്ടിയിട്ടുള്ള റിസർവ് ആയി കീപ്പ് ചെയ്യണം. സാധാരണഗതിയിൽ ഡൊണേഷനും ഇതൊക്കെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരാവുന്ന ഐറ്റംസ് ആണ്, പ്രത്യേകിച്ച് ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഇത് റിസർവ് ആയി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞോട് കൂടെ അത് ബാലൻസ് ഷീറ്റിൽ പോവേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ 31st March 2015 42,000. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ആണ്. റൈറ്റ് ഓഫ് 50% ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ആൻഡ് 30% ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അപ്പം സ്പോർട്സ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എന്താണോ ഉള്ളത് അവൈലബിൾ ടു യൂസ് ഈ വർഷം, അതിൽ 50% എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ബാക്കി 50% ഇപ്പം എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 30%ഉം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് നമ്മൾ എത്ര രൂപയാണോ ഈ വർഷം ചെലവാക്കിയത്, അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് എന്താണോ അതിന്റെ 30% എന്ത് ചെയ്യാൻ പാടുള്ളൂ? റൈറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ബാക്കി 70% പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട് എന്നർത്ഥം. അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ സൈഡിൽ വരും നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നിലവിലെ 3 മെയിൻ ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വേണം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വേണം. ഇതാണ് നമ്മുടെ മെയിൻ ആൻസർ. പക്ഷെ ഇതിന് മെയിൻ ആൻസറിലേക്ക് വരേണ്ട ക്യാപിറ്റൽ ഫണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഈ 3 അക്കൗണ്ടിലേക്ക് ഇതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെ അക്കൗണ്ടിലാണ് വരിക എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് തീർച്ചപ്പെടുത്തണം. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോക്കല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ്
ബാലൻസ് ബ്രോഡ് ഓൺ ഓപ്പണിംഗ് പിന്നെ ബാലൻസ് എന്ന് പറഞ്ഞത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് സ്വാഭാവികമായിട്ട് ഇവിടെ പോകും. നമുക്ക് അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആനിമേഷനിൽ അഡ്ജസ്റ്റ്മെന്റ് ഡൊണേഷന് പറഞ്ഞിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ച അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ്. ഓക്കെ, അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് പോവാ. എന്താ കാരണം? ഓപ്പണിംഗ് ബാലൻസ് അല്ലേ, സ്വാഭാവികമായിട്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണ്ടേ. മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ ഫുൾ എമൗണ്ട് അങ്ങോട്ട് തന്നെ പോകണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോകണം. അഡ്മിഷൻ ഫീ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഓൾഡ് മെറ്റീരിയൽ സെയിൽ ചെയ്തത് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോകണം. ഗ്രൗണ്ട് ഇൻകം, സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെന്റിന്റെ നിശ്ചിത പെർസെന്റേജ് എന്താണോ സർപ്ലസ് വരുന്നത് അത് എന്ത് ചെയ്യണം, റിസർവ് ആക്കി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ റിസർവ് ആക്കി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത് ബാലൻസ് ഷീറ്റ് കൊടുക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോകണം. അപ്പൊ ഇവിടെ 60,000 രൂപ എന്താണ് നമുക്ക് ഈ ടൂർണമെന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പൈസയാണ്. അതേസമയം ടൂർണമെന്റിന് നമുക്ക് എക്സ്പെൻസ് ഉണ്ട് എത്ര, 40,000. അപ്പൊ 20,000 രൂപ, 60,000 40,000 കുറച്ചുള്ള 20,000 രൂപ ബാലൻസ് ഷീറ്റിൽ പോകണം. ഓക്കെ, പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റിൽ റൈറ്റ് ആണ്. ഇവിടെ ഡൊണേഷൻ ശ്രദ്ധിക്കുക, ഡൊണേഷന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്, പിന്നെ റിസർവ് ആയിട്ട് പവലിയന് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാത്ത സാഹചര്യത്തിൽ ഡൊണേഷൻ നമുക്ക് ഏത് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൊണേഷൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിനാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് ബാലൻസ് ഷീറ്റിലും. ജനറലി ക്ലബിന് കിട്ടുന്ന സാധാരണ നോർമലി കിട്ടുന്ന ഡൊണേഷൻ ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും പോകുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താണ്, ബാലൻസ് ബ്രോഡ് ഓൺ. ഇതും ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റിൽ പോകണം. ഇത് എന്താണ്, ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ഇത് എന്ത് ചെയ്യാം പോവാം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. പവലിയൻ്റെത് അതൊക്കെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫിക്സ് സൈഡിൽ പോകണം. ടൂർണമെന്റ് എക്സ്പെൻസ് സാധാരണ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോകേണ്ടതാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു 60,000 40,000 തമ്മിലുള്ള ഡിഫറൻസ്. എക്സ്പെൻസ് ആണ് അടുത്തത്. ടെലിഫോൺ എക്സ്പെൻസ് ആണ്, പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്, പ്രിന്റിംഗ് സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, എല്ലാ എക്സ്പെൻസ് ആണ്. ഓക്കെ, ഗ്രാസ്യൽ എക്സ്പെൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പോകണം. സ്പോർട്സ് മെറ്റീരിയൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോകണം. അഡ്ജസ്റ്റ്മെന്റുകൾ എടുക്കാനുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകേണ്ടതാണ് അല്ലെ. ക്ലോസിംഗ് ബാലൻസ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നില്ലേ. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ ആദ്യം ഇൻകം സൈഡിലുള്ള ഓരോ ഐറ്റംസ് എടുക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി എടുത്തിട്ടുണ്ടാവുന്ന മനസ്സിലാവുന്നത്. സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനിൽ 2,50,000 ആണ്. ഈ സബ്സ്ക്രിപ്ഷന് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡും ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് 42,000 രൂപ. എന്താണ് ഈ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ 2,50,000 രൂപ നമുക്ക് ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് കിട്ടാൻ എന്തുണ്ട്, 42,000 രൂപ ഈ വർഷം അവസാനം ഉണ്ട്. അത് ഈ വർഷത്തെ ഇൻകല്ലേ, സ്വാഭാവികമായിട്ടും ഈ വർഷത്തെ ഇൻകത്തിലേക്ക് ഇത് വരണ്ടേ, അതുകൊണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ബിഗിനിങ്, ഇത് എവിടുന്നാ കിട്ടിയേ? ഇത് നമ്മളെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ഡാറ്റ എന്ന് പറഞ്ഞ ആ ഏരിയയിൽ അതാ, അവിടുന്ന് കിട്ടിയതാ. അപ്പൊ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ 28,000 രൂപ നമുക്ക് കിട്ടാനുണ്ട്. ഇതെന്താണ്, ഈ വർഷത്തേതാണോ? ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ കിട്ടാനുള്ളത് ഈ വർഷത്തേതാവോ? അല്ല. അതുകൊണ്ട് ഈ കിട്ടിയ എമൗണ്ടിൽ ഈ എമൗണ്ട് 28,000 ഉണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2,50,000 എന്ത് ചെയ്യണം, കുറക്കണം. ഓക്കെ, ഇൻ കേസ് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് അത് 42,000 ക്ലോസിംഗ് ബാലൻസ് പോലെ വന്ന് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ആഡും ലെസ്സും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അത് അങ്ങനെ അത്രയൊക്കെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. നമ്മളിപ്പോ ഉള്ള കാര്യം എന്താണ്, ഈ എമൗണ്ട് 2,50,000 ഈ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. ഓക്കെ, കാരണം അത് ഈ വർഷത്തെ ഇൻകം അല്ല. അപ്പൊ 2,64,000 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാണ്. അടുത്ത ഐറ്റം അഡ്മിഷൻ ഫീ ആണ്. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയലിലും എന്തില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല.
റെന്റ് ഓഫ് ഗ്രൗണ്ട് അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. അതുപോലെ റെസിപ്റ്റ് സൈഡിലുള്ള എല്ലാം ഇൻകം സൈഡിലേക്ക് വരിക. ഇനി അപ്കീപ്പ് ഓഫ് പവലിയന്റെ ഇതും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത കാര്യമാണ്. പിന്നെ റേറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ടെലിഫോൺ അങ്ങനെ അതുപോലെ തന്നെ ഇത്. ഓക്കെ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ശ്രദ്ധിക്കുക. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ കാര്യത്തില് 26,000 രൂപയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റില് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇത്ര രൂപ പേയ്മെന്റ് ചെയ്തു. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേയ്മെന്റ് ചെയ്യാന്ന് എന്താ? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ സമയം നമ്മൾ പർച്ചേസ് ചെയ്ത് 25,000 രൂപ ഉണ്ട്. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 11,000 രൂപയുടെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 37,000 ഉണ്ട് അവൈലബിൾ ടു യൂസ്. ഇതില് 70% ബാലൻസ് വെക്കണം. അതായത് 30% ആണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാക്കി 70% എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വർഷം ഉപയോഗിച്ചതാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഈ റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞത് 30%. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 70% ഉണ്ട്. അതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയി കണ്ടു. അപ്പൊ ഇത്രയും 30,000 25,900 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തതാണ്? ബാലൻസ് നമ്മൾ ഉപയോഗിച്ചതാണ്. സ്റ്റേഷനറി കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതെവിടെ പോകണം? ഈ എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണം. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണം. ഓക്കെ. ഇനി അടുത്തായിട്ട് എടുക്കുക. മിസ്ലേനിയസ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അതുപോലെ ഇത് സെക്രട്ടറി ഓണറേറിയം ഗ്രാസ് ചെയ്ത് സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഇവിടെ ശ്രദ്ധിക്കുക. സ്പോർട്സ് മെറ്റീരിയലും ഇതേപോലെ തന്നെ പർച്ചേസ് ചെയ്തത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന് പേയ്മെന്റ് സൈഡിൽ ഉണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണ ക്ലോസിംഗ് സ്റ്റോക്ക് തരും. ഇവിടെ പറഞ്ഞത് എന്താണ്? 50% റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അതിനർത്ഥം ബാക്കി 50% എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നത് എടുത്തു, പർച്ചേസസും എടുത്തു. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. എന്താ വരുന്നത്? ഇതിലേക്ക് നമ്മൾ ഇതിന്റെ 50% നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. 50% എന്ന് പറയുന്നത് 85ഉം 68ഉം ഇത്രയും നമുക്ക് എന്തുണ്ട്? അവൈലബിൾ ടു യൂസ് ആണ്. അപ്പൊ ഇതിന്റെ 50% 76,500. ഇത് ക്ലോസിംഗ് സ്റ്റോക്കും ബാലൻസ് എന്താണ്? മെറ്റീരിയൽ കൺസ്യൂംഡ് സ്പോർട്ട് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഈ 76,500 ഉണ്ടല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണം എന്ന് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. എന്തിനാ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോണേ? അതും ബാലൻസ്ഡ് ആയിട്ടാണ്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? പോവേണ്ടത്. അപ്പൊ അത്രയാണ് ആ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ബാക്കി നോക്കേ. ഇനി നമ്മുടെ നേരത്തെ ചെയ്തു വെച്ചതും ഈ സ്ലൈഡ് വേറെയാണ്. മീൻസ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ 3,09,500 വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും വരണം. അപ്പൊ ആ ഡിഫറൻസ് ആണ് എന്ത്? സർപ്ലസ്. ഈ സർപ്ലസ് എമൗണ്ട് നമ്മൾ അവിടെ പോകണം? ക്യാപിറ്റൽ ഫണ്ടിലേക്ക് പോകണം. ഓക്കെ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് അറിയോ? നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് അറിയൂല. അറിയാത്തത് എന്താ കാരണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇല്ല. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടെത്തി ക്യാപിറ്റൽ ഫണ്ട് കാണണം. അപ്പൊ അടുത്ത പണി എന്താണ്? നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്? കാണാൻ പോവാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്ത് എഴുതുക. അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിലുള്ള ഐറ്റംസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പോരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തുള്ളത്? ഡാറ്റ ഉള്ളത്. ഇതൊക്കെ എവിടുന്നാ കിട്ടിയേ? ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ ഏകദേശം എല്ലാ ഐറ്റംസും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റംസ് ഉള്ളതാടാ? നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് എവിടുന്ന് കിട്ടും? അറ്റ്ലീസ്റ്റ് എവിടുന്ന് കിട്ടും? നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗിൽ തന്നെ ഉണ്ട് ആ എമൗണ്ട്. ഇത്ര ഉണ്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ വരും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. സ്റ്റോക്ക് 2 കാര്യങ്ങൾ. ഇത് രണ്ടും സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അന്നത്തെ ഓപ്പണിംഗ്. ഇപ്പം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തത് അന്ന് 31st March 2014 എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. പ്ലേ ഗ്രൗണ്ട് ഒരു 5 lakh ഉണ്ട്. ടോട്ടൽ 6,42,000 വരുന്നുണ്ട്. നമുക്ക് ബാങ്ക് ഓടി ഒരു 16,000 വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ബാക്കി എമൗണ്ട് എന്താണ്? ക്യാപിറ്റൽ ഫണ്ടാണ്. 6,26,000. ഈ 6,26,000 നമ്മൾ സർപ്ലസ് ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് വരേണ്ട സംഖ്യ. ഇത് നമുക്ക് നോക്കാം നമ്മുടെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് 62,000 എടുത്തു. അതിലേക്ക് സർപ്ലസ് ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന ഇതിപ്പോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എഴുതിയിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഐറ്റംസ് ഒക്കെ എടുത്തു. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസുകളാണ് ഈ കാണുന്നത്. ഓക്കെ. ഈ കാണുന്ന ക്യാപിറ്റൽ റെസിപ്റ്റുകൾ ഉണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോകണം. നമ്മൾ പറഞ്ഞ അനുസരിച്ച് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ അസറ്റ് സൈഡിലും പോകണം. ഓക്കെ. ഇവിടെ ഈ കാര്യത്തിൽ സർപ്ലസ് എമൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 20,000. ഓക്കെ. ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇത് ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ളതാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ഇനി ഓരോ ഐറ്റംസ് ആഡ് ചെയ്യാം. സ്പോർട്സ് ഇത് പവലിയനുള്ള റിസർവ് ആണ്. റിസർവ് ഫോർ പവലിയൻ എഴുതിയിട്ട് അതിനുള്ളിൽ എഴുതിയാലും മതി. ഓക്കെ, 20,000. പിന്നെ നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ത് ചെയ്തു? ലൈഫ് മെമ്പർഷിപ്പ് ഫീ സ്വാഭാവികമായിട്ടും ഒരു ക്ലബിന് കിട്ടുന്ന മെമ്പർമാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ശേഷം ഡൊണേഷൻ ഫുള്ളി എന്താണ്, ക്യാപിറ്റലൈസ് ചെയ്തതാണ്. ഇതെങ്ങനെ 20,000 ആയതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, 60,000 രൂപ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ടൂർണമെന്റ് ഫീ കിട്ടിയിട്ടുണ്ട്. 40,000 രൂപ നമ്മുടെ അതിലുള്ള എക്സ്പെൻസും ആണ്. ബാലൻസ് 20,000 ഉണ്ട്. ഈ 20,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവലിയൻ ഉള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് എടുക്കാം. ഇൻവെസ്റ്റ്മെന്റ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ കണ്ടു നമ്മളത്. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഓരോ ഐറ്റംസുകൾ നമ്മൾ എടുക്കുക. എവിടുന്നും എടുക്കാം. ഇതിൽ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത്. ഇതാ ക്ലോസിംഗ് സ്റ്റോക്ക്, അത് ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണ്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ഇത് നമുക്ക് വരേണ്ടതുണ്ട്. പിന്നെന്താണ് അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും ഐറ്റംസ് എന്തായാലും എന്ത് ചെയ്യണം, വരണം. നമുക്ക് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് രണ്ടും ക്ലോസിംഗ് സ്റ്റോക്കുകൾ എടുത്തു. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഈ രണ്ട് സ്റ്റോക്കുകൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു. ഇതെന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് വരുമ്പോൾ 13,18,400 വന്നിട്ടുള്ളത്. അത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ 5 lakhന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഈ 5 lakhന്റെ ഡിഫറൻസ് എങ്ങനെ വന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ 5 lakhന്റെ ഡിഫറൻസ് ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്തു വെക്കാന്നുള്ള കാരണം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുള്ള ഫിക്സഡ് അസറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരണം. അതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ആ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുക, പ്ലേ ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു കാര്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് പ്ലേ ഗ്രൗണ്ടിന്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നതാ, പ്ലേ ഗ്രൗണ്ടിന്റെ എമൗണ്ട് 5 lakh എന്ത് ചെയ്യണം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരണം. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ, നല്ലപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്വസ്റ്റ്യനുമായി മറ്റൊരു സമയത്ത് കാണാം. താങ്ക് യു.